ദാരിദ്ര്യമില്ലാത്ത നാട് എന്ന ലക്ഷ്യം മുൻനിർത്തി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ക്ഷേമ പദ്ധതികളിൽ അധിഷ്ഠിതമായ വിപുലമായ പ്രചാരണം ശക്തമാക്കുകയാണ് കോൺഗ്രസ്. കേരളം അതിദാരിദ്ര്യമുക്തമായി പ്രഖ്യാപിക്കപ്പെട്ടെങ്കിലും യഥാർത്ഥ ദാരിദ്ര്യമില്ലാതാക്കാൻ കൂടുതൽ പ്രായോഗികമായ ക്ഷേമ പദ്ധതികൾ ആവശ്യമാണെന്ന നിലപാടാണ് കോൺഗ്രസിനുള്ളത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെ കൂടുതൽ വികസനം താഴെത്തട്ടിലെത്തിക്കാനാണ് UDF ലക്ഷ്യമിടുന്നത്. അതിദാരിദ്ര്യം ഇല്ലാത്ത കേരളം എന്ന സർക്കാരിന്റെ അവകാശവാദത്തിനപ്പുറം എല്ലാ വിഭാഗം ജനങ്ങൾക്കും സാമ്പത്തിക സുരക്ഷിതത്വം നൽകുന്ന ഒരു ക്ഷേമ കേരളമാണ് കോൺഗ്രസിന്റെ സ്വപ്നം. നായ് പത്ര എന്ന പേരിൽ അവതരിപ്പിച്ച പ്രകടന പത്രികയിലൂടെ ദരിദ്ര കുടുംബങ്ങൾക്ക് സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന വിപ്ലവകരമായ വാഗ്ദാനങ്ങളാണ് പാർട്ടി മുന്നോട്ട് വയ്ക്കുന്നത്. രാജ്യത്തെ പാവപ്പെട്ട കുടുംബങ്ങളെ ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ഏറ്റവും താഴെത്തട്ടിലുള്ള കുടുംബങ്ങൾക്ക് കുറഞ്ഞ പ്രതിമാസ വരുമാനം ഉറപ്പാക്കുന്ന നായ് പദ്ധതി, പാവപ്പെട്ട കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് പ്രതിവർഷം 1 ലക്ഷം രൂപ നൽകുന്ന മഹാലക്ഷ്മി പദ്ധതി എന്നിവയാണ് ഇതിൽ പ്രധാനം. ഇതോടൊപ്പം മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കൂടുതൽ ശക്തമാക്കുകയും നഗരപ്രദേശങ്ങളിലേക്കും വ്യാപിപ്പിക്കും. കേന്ദ്ര സർക്കാർ സർവീസുകളിലെ ഒഴിവുള്ള 30 ലക്ഷം തസ്തികകൾ നികത്തുമെന്നും യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും പാർട്ടി ഇതിനോടകം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് സൗജന്യ നിരക്കിൽ പോഷകാഹാരം ഉറപ്പാക്കുന്ന ഭക്ഷ്യഭദ്രത നിയമം കർശനമായി നടപ്പിലാക്കും. ദരിദ്ര കുടുംബങ്ങളിലെ കുട്ടികൾക്ക് മെച്ചപ്പെട്ട വിദ്യാഭ്യാസവും സൗജന്യ ആരോഗ്യ പരിരക്ഷയും നൽകും. പാവപ്പെട്ടവർക്ക് 25 ലക്ഷം രൂപ വരെയുള്ള പണമില്ലാ ചികിത്സാ സൗകര്യം ഉറപ്പാക്കും. ദേശീയ മിനിമം വേതനം പ്രതിദിനം 400 രൂപയായി വർദ്ധിപ്പിക്കും. കർഷകരുടെ വിളകൾക്ക് നിയമപരമായ മിനിമം സപ്പോർട്ട് പ്രൈസ് ഉറപ്പാക്കും. പാർപ്പിടമില്ലാത്ത പാവപ്പെട്ടവർക്കായി 5 വർഷത്തിനുള്ളിൽ 5 ലക്ഷം വീടുകൾ നൽകും. ആശാവർക്കർമാർക്കും വീട്ടമ്മമാർക്കും സാമ്പത്തിക ആശ്വാസം നൽകുന്നതിനായി പ്രതിമാസം 2000 രൂപ അലവൻസ്. അഭ്യസ്തവിദ്യരായ ഉദ്യോഗാർത്ഥികൾക്കായി പുതിയ തൊഴിൽ പദ്ധതികളും പ്രത്യേക അലവൻസുകളും ഉൾപ്പെടുന്ന പാക്കേജ് എന്നിവയാണ് പ്രധാന വാഗ്ദാനങ്ങൾ. അടുത്ത 10 വർഷത്തിനുള്ളിൽ 23 കോടി ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കാനാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ഈ ക്ഷേമ പദ്ധതികൾ മുൻനിർത്തിയാണ് UDF പ്രചാരണം നടത്തുക. സാമ്പത്തിക അസമത്വം കുറയ്ക്കാനും സാധാരണക്കാരുടെ ജീവിത നിലവാരം ഉയർത്താനുമുള്ള കൃത്യമായ കർമ്മ പദ്ധതികളാണ് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത്. രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയായ ദാരിദ്ര്യം പൂർണ്ണമായും നിർമ്മാർജ്ജനം ചെയ്യുക, എല്ലാവർക്കും തുല്യനീതിയും സാമ്പത്തിക സുരക്ഷിതത്വവും ഉറപ്പാക്കുന്ന ഒരു നവഭാരതമാണ് കോൺഗ്രസ് സ്വപ്നം കാണുന്നത്. Like, share, subscribe.